ഈ ശകുന്തളയുടെ വീട്ടിൽ ഒരു ചെറിയ പട്ടിക്കുട്ടിയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പട്ടിക്കുട്ടീനെ മാനാക്കി എടുത്താലോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ശരിയാണല്ലോ, മാനാക്കാൻ നല്ല അടിപൊളി, മോഹം കൂർത്തിരിക്കുന്നു, വലിയ വാലൊന്നുമില്ല, അടിപൊളി ഒരു പട്ടിക്കുട്ടി. ഇതുപോലെയൊക്കെ തന്നെ. അപ്പൊ ഇതിനെ കളറൊക്കെ കൊടുത്ത് നമുക്ക് മാനാക്കാം, ശരിക്കും ഒരു റിയൽ ആയിട്ടിരിക്കട്ടെ. അപ്പൊ നമുക്ക് അതിനെ അവിടെ അഴിച്ചുവിടാം. അപ്പൊ ഇവളോട് സ്നേഹമുള്ളതാണല്ലോ, അപ്പൊ കൂടെ വരുന്ന പെൺകുട്ടിയോട് ഭയങ്കര സ്നേഹമുള്ള അവളുടെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്. അപ്പൊ ഈ സാധനത്തിന്റെ മേത്ത് വെള്ള പുള്ളിയൊക്കെ വരച്ച് മൂക്കിന്റെ അവിടെ കറുപ്പൊക്കെ വെച്ചിട്ട് ചെറിയ ഇതൊക്കെ ആക്കി അസൽമാൻ അടിപൊളി സംഭവം, നല്ല അടിപൊളി മാന്. പരിപാടിയൊക്കെ നല്ല ഗംഭീരമായിട്ട് പോകുന്നു, ആൾക്കാരൊക്കെ രസിച്ചിരുന്ന് കാണുന്നു. ആ സമയത്ത് മാൻപേടയുടെ ഒരു എൻട്രി ഉണ്ട്. അപ്പൊ മാൻപേടയുടെ ഒരു എൻട്രി ഉണ്ട്. അപ്പൊ മാൻപേടനെ കൊണ്ടുവരുന്നു. പുള്ളിക്കാരെ കണ്ടു, പട്ടിക്ക് ഒരു പ്രത്യേക സെറ്റപ്പ്, ആഹാ അടിപൊളി. പുള്ളിക്കാരെ കണ്ടു, ഭയങ്കര ഇത്. അന്നേരമാണ് ഒരാള് ഈ മാൻപേടനെ അമ്പ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക വേഷത്തിൽ ചാടിങ് ഇറങ്ങി അമ്പുമായിട്ട് പോകുന്നു. ഇതിങ്ങ് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും എന്നാ ഈ ആളെ കണ്ടില്ലേ, വലിയ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അമ്പ് എടുത്ത് രണ്ട് കൊറേ അങ്ങ് കുറച്ചിട്ടുണ്ടല്ലോ. അല്ല, അതിനും വേറെ സംഭവണ്ടേ, ഇവളെ കണ്ടു, പട്ടി ഈ അകത്തേക്ക് കയറുന്നു, ഇവളെ കണ്ടു, ശകുന്തളനെ കണ്ടു. സ്വന്തം വീട്ടില് പട്ടിയല്ലേ, പട്ടിക്ക് മേക്കപ്പിൽ നിൽക്കുമെന്ന് പട്ടിക്കരുതല്ലോ. പട്ടി ഇങ്ങനെ നോക്കി, എന്റെ ആള് ഭയങ്കര വാലാട്ടിങ്ങനെ. ഇത് കണ്ടപ്പോഴത്തേനും പരിപാടി ചീറ്റിന്ന് എനിക്ക് മനസ്സിലായി. പട്ടി വാലാട്ടി, പട്ടി ശകുന്തള മിണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ പട്ടി അങ്ങ് വലന്ന് എടുത്തിട്ട് ഇങ്ങനെ നടന്ന് കാണിക്കാൻ തുടങ്ങി.